അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ഡിസംബർ 31 സൂക്ഷിക്കുന്നു. നീ പറയുന്നത് ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. നീ ഒരു ഫ്ലെയിംസ് ഓഫ് ഫയർ ആകാൻ പോവാ. കൂടുതൽ വിവരങ്ങൾക്ക് 0471661666. ഈ മീറ്റിംഗുകളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന ഉറപ്പുള്ള ഒരു വ്യക്തി തൻ്റെ ലൈഫിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു, വാഴാനായി വിളിച്ചു, ഈ ഭൂമിയെ നമുക്ക് അവകാശമായി തന്നു. അല്ല, സകലത്തിനുമേലും ദൈവത്തിൻ്റെ വാഴ്ചയുടെ അനുഭവത്തെ കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു എന്നൊക്കെ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ എത്രത്തോളമാണ് അതിൽ നമ്മളായിരിക്കുന്നത്? പലപ്പോഴും ആ വിശ്വാസത്തിൻ്റെ വാക്കുകളോ പ്രവൃത്തികളോ നമ്മുടെ ലൈഫിൽ നിന്നുണ്ടാകാറില്ല. അത്രത്തോളം വിശ്വാസത്തോടെ ആകാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ പണിയും. നിങ്ങൾ ആരാകുന്നു, നിങ്ങൾക്ക് വാഴാൻ കഴിയുന്നത് എങ്ങനെയാണ്. ഒരാൾ തൻ്റെ പൊസിഷനെ മനസ്സിലാക്കുമ്പോഴാണ് തൻ്റെ ലൈഫിനെ വാഴാൻ കഴിയുന്നത്. നിങ്ങളുടെ പൊസിഷൻ എന്താണെന്നും നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്നും ഇന്നത്തെ മെസ്സേജിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. നിങ്ങൾക്ക് എസ്തേർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അറിയാവോ? എത്ര പേർക്ക് എസ്തേറിനെ അറിയാം? രാജ്ഞിയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവളാ അവള്. ഇതാ അവളുടെ കുലത്തിന് നേരെ ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുന്നു. ഒരാൾ എഴുന്നേൽക്കുന്നു. യഹൂദ കുലത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ എഴുന്നേറ്റ്. വേദപുസ്തകം പറയുന്നത്, രാജാവ് തൻ്റെ സമയത്തല്ലാതെ, താൻ അനുവദിക്കുന്ന സമയത്തല്ലാതെ ആരെങ്കിലും അങ്ങോട്ട് കയറി ചെന്നാൽ അവരെ കൊന്നുകളയും. പക്ഷെ എസ്തേർ ഇത് രാജസ്ഥാനത്തേക്ക് കയറി ചെല്ലുക. എസ്തേറിനോട് ചോദിക്കാം, എസ്തേറെ എന്ത് ധൈര്യത്തിലാ കയറി തള്ളുന്നേ? അവൾ ആദ്യം പറയുന്ന മറുപടി തന്നെ ആയിരിക്കും അറിയോ? ഐ ആം ചോസൻ. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. രാജസന്നിധിയിൽ കയറാനുള്ള അധികാരം തെരഞ്ഞെടുപ്പാണ്. കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. രാജാവിന്റെ അടുക്കൽ ചെല്ലാനുള്ള അധികാരം തെരഞ്ഞെടുക്കപ്പെട്ടതാ. നീ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന ബോധ്യത്തോടെ മുന്നോട്ട് നടന്ന സർവ പട്ടാളവും സല്യൂട്ട് ചെയ്യും. ആരും നിനക്ക് നേരെ വാളുമായി നിൽക്കത്തില്ല. സകലതും നിന്നെ സല്യൂട്ട് ചെയ്യും. നിന്റെ ഉള്ളിലെ ഉറപ്പാ സല്യൂട്ടിന്റെ രഹസ്യം. എസ്തേറേ, നിനക്ക് ആരെയും ഭയമില്ലേ? അവള് പറയും, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ, രാജാവിന്റെ പത്നിയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? രാജാവിന്റെ പത്നിയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ശത്രുവിന് എന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. അവന്റെ ഭാര്യയാകാൻ, അവന്റെ മണവാട്ടിയാകാൻ,
അവന്റെ മകളാകാൻ. യേശുവേ. ദൈവം എന്നെ അതിനായി തെരഞ്ഞെടുത്തു എന്ന് അറിവ ഒരാളുടെ അകത്ത് കയറിയാൽ അയാളെ ആരും തടയത്തില്ല. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതാ. പറ. ഞാൻ ഇവളെ വിവാഹം നിശ്ചയിച്ച നിമിഷം മുതൽ ഇവൾ എന്റെ അടുക്കൽ അല്ലെങ്കിലും ആണെങ്കിലും ഇവൾ എന്റെയാ. അതൊന്നും നിങ്ങളുടെ അകത്ത് കേറിയാൽ ഒരു പോരാട്ടവും നിന്നെ തൊടത്തില്ല, ഒരു ശത്രു നിന്നെ തൊടത്തില്ല. രാജാവിന്റെ വകയാ നീ. രാജാതി രാജാവിന്റെ വകയാ. രാജാവിന്റെ വകയാ. ഒന്ന് പറഞ്ഞേ, ഞാൻ രാജാവിന്റെ വകയാ. അങ്ങനെ പറഞ്ഞ ഒക്കത്തില്ല. രാജാതി രാജാവിന്റെ വകയാ. കുറച്ച് ഗമയൊക്കെ വരട്ടെ. അവന്റെ ഭാര്യയാകാൻ ഈ ലോകത്തിൽ അനേകായിരമുള്ളപ്പോ എന്നെ തെരഞ്ഞെടുത്തതാ. I am chosen. I am chosen. I am chosen. I am chosen. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട എസ്തറിനോട് ചോദിച്ചു നോക്കി, എസ്തറെ നിനക്കതിനകത്ത് ആ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ രാജാവിന്റെ പത്നിയാകുന്നതിനേക്കാൾ മുമ്പ് നിനക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടോ? സംശയമൊന്നുമില്ല. അവള് പറയും, രാജപദവിയിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ചില ട്രെയിനിങ്ങിലൂടെ പോയേ ഒക്കത്തുള്ളൂ. ആ ട്രെയിനിങ് രാജാവിന്റെ വലതുവശത്ത് ഇരിക്കാൻ വേണ്ടിയുള്ളതാ. അഭിഷേകം ഇപ്പോൾ ശൗലിന്റെ മേലിൽ നിന്ന് മാറിയിട്ട് ദാവീദിന്റെ മേളിലാ. ശൗല ഇപ്പോഴും രാജാവ്. ദാവീദിനോട് ചോദിക്കാം, ദാവീദ് നീ എവിടാ? അവൻ പറയും, ശൗലിന്റെ കൊട്ടാരത്തിൽ ശൗലിന്റെ ആയുധവാഹകനായിട്ട് ഞാൻ അവന്റെ ഒപ്പം നടക്കുവാ. അഭിഷേകം ആരുടെ തലയിലാ? ദാവീദിന്റെ. രാജാവ് ആരാ? ശൗല. പിന്നെന്തിനാ അവന്റെ കൂടെ നടക്കുന്നതാ? രാജാവ് ആകണേക്കാൾ മുമ്പ് ആ രാജാവിന്റെ അധികാരത്തെ രാജാവ് എങ്ങനെയാ ശുശ്രൂഷിക്കുന്നതോ, രാജാവിന്റെ അതോറിറ്റി, അതൊന്ന് പരിചയപ്പെടണം. ആടിനെ മേച്ചതിനെ ഒരു ദിവസം കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരുത്തിയാൽ അവന് സംസാരിക്കാൻ അറിയത്തില്ലാതെ വരും. ആടിനെ മേച്ചതിനെ കൊട്ടാരത്തിൽ രാജസിംഹാസനത്തിൽ ഇരുത്തിയാൽ അവന് വർത്തമാനം പറയാൻ അറിയത്തില്ല. ആടുകളോട് പഴകിയേ പരിചയമുള്ളൂ. എന്നാൽ സ്ഥാനമാനങ്ങളോട് സംസാരിക്കാൻ പഴകണം, പരിചയം ഉണ്ടാകണം. ഇതെങ്ങനെയാ വിശദീകരിക്കുന്നേ? അധികാരങ്ങളോട് സംസാരിക്കാൻ പഴകണോന്ന്, പരിചയം വേണോന്ന്, അതിന് രാജാവിന്റെ കൂടെ നടന്നാലേ പഠിക്കത്തുള്ളെന്നോ? ചിലരെ അധികാരങ്ങളോട് സംസാരിക്കാൻ ദൈവം അധികാരപ്പെടുത്തുക. നീ ചിലതിനെ ദൈവം ട്രെയിൻ ചെയ്യുകയാ. എന്തിനാന്ന് പറയാം? അധികാരങ്ങളോട് സംസാരിക്കാൻ, അധികാരങ്ങളോട് ഇടപെടാൻ. ചിലതിനെ അഭിഷേകം ചെയ്യുക, ചിലതിനെ ശക്തീകരിക്കുക. ഞാനൊരു വെളിപ്പാട് കാണുക. ഈ ഹോളിനടുത്ത് പലയിടത്തും ദൈവദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു. ചിലരെ അതിശക്തമായി ദൈവം അധികാരപ്പെടുത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കല്ലേ. ദൈവം ചിലത് ചെയ്യുക. Come on, come on, come on. Come on, come on. നിങ്ങളുടെ അടുക്ക നിൽക്കുന്ന ആള് ഉരുളുവോ ബഹളം വെക്കുകയോ ചെയ്താൽ നോക്കല്ലേ. അയാളെ ദൈവം അധികാരപ്പെടുത്തുക. അധികാരങ്ങളോട് സംസാരിക്കാൻ ദൈവം ചിലരെ ശക്തീകരിക്കുക.
ഒന്നും കൂടെ പറയാം, അധികാരങ്ങളോട് സംസാരിക്കാൻ ദൈവം ചിലരെ അധികാരപ്പെടുത്തുക. Receive, 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 receive. അങ്ങോട്ട് നോക്കല്ലേ. Receive, 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 receive. ജാന ദ ല ക ദ റ ന മ ന ക ബ. അങ്ങോട്ട് കൂടെ നോക്കല്ലേ, നോക്കല്ലേ. Receive, receive, receive. ദാവീദേ, നിന്നെ ഇപ്പൊ എവിടെ നിർത്തിയിരിക്കുന്നതാ? രാജാവിന്റെ ആയുധവാഹകനായിട്ടാ. എന്തിനാ ദാവീദേ? അധികാരങ്ങളോട് ഇടപെടാൻ, അധികാരങ്ങളോട് സംസാരിക്കാൻ, അധികാരങ്ങളെ റൂൾ ചെയ്യുവാൻ, അധികാരങ്ങളെ ഭരിക്കാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കുകയാ. ദൈവം നിങ്ങളെ ശക്തീകരിക്കുക. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ പോവാ. ചിലരെ ദൈവം അധികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പുതിയ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുപോവാ. This is your season. This is your time. This is your season. This is your time. Receive, 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 receive. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. ഞാൻ ദൈവത്തിന്റെ സ്പെഷ്യലാ. ഞാൻ ദൈവത്തിന്റെ ബെസ്റ്റാ. ഞാൻ എക്സ്ട്രാordinaryയാ. ഞാൻ എക്സലന്റാ. എന്റെ കൂടെ ഉണ്ടോ? I am chosen. I am special. I am the best. I am extraordinary. I am excellent. I will do excellent things. I will do extraordinary things. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു അടുത്ത ലെവലിലേക്ക് ശുശ്രൂഷ കൈകാര്യം ചെയ്യാൻ വളരാൻ ആഗ്രഹമുള്ള ഒരവരുടെ കരം ഒന്ന് ഉയർത്തി കാണിക്കാവോ? മുന്നോട്ട് വരാവോ? ഓടിവോ. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, ദാവീദ് ശൗലിന്റെ ആയുധവാഹകനായിരുന്നപ്പോ അവൻ വാഴ്ചയെ പഠിച്ചു എന്നതുപോലെ നിങ്ങളിൽ ചിലര് ഈ പകൽ വാഴ്ചയിലേക്ക് വരികയാണ്. എനിക്ക് ഒത്തിരി പുസ്തകങ്ങൾ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി തലയിൽ ചിന്തയും കിടപ്പുണ്ട്. പക്ഷെ എന്നോട് ഞാൻ ഇന്ന് ഈ പ്രസംഗിച്ച മെസ്സേജ് ഒരു വല്ലാതെ നിർബന്ധം വരുവോ. ഞാൻ ഇന്നലെ രാത്രി കിടന്നു അത് പറഞ്ഞുകൊണ്ടാണ് കിടന്നുറങ്ങി. ഈ ആഴ്ചയിൽ ഈ പുസ്തകം എഴുതണമെന്ന് വിചാരിച്ചിരിക്കുവോ. സ്വർഗനോട് പറഞ്ഞു, ആളുകളുടെ തലച്ചോറിനകത്തുള്ളതാ റൈറ്റ് ആറ്റിറ്റ്യൂഡല്ല, ബെഗർ ആറ്റിറ്റ്യൂഡാ, യാചക മനോഭാവോ. എന്ന രാജകീയ മനോഭാവം വരുമ്പോഴാ അധികാരങ്ങൾ. എന്റെ കൂടെ നീ പറ, ഞാനൊരു രാജാവാണ്. രാജാവിന് അതും ഇതും പറയാനൊക്കത്തില്ല. കാരണം അവൻ ഇരിക്കുന്ന പൊസിഷൻ, അവന്റെ വാക്കുകൾ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? നിന്റെ പൊസിഷൻ അറിയാമെങ്കിൽ നിന്റെ വാക്കുകൾക്ക് മാറ്റം ഉണ്ടാകും. എന്നെ ദൈവം വിളിച്ചത് വാഴാൻ വേണ്ടിയാ. ഈ പകൽ നിങ്ങളിൽ ചിലരുടെ മേൽ നിങ്ങളുടെ സംസാരം മാറ്റുന്ന വിധത്തിൽ, നിന്റെ ചിന്ത മാറ്റുന്ന വിധത്തിൽ, നിന്റെ പെരുമാറ്റം മാറ്റുന്ന വിധത്തിൽ, നിന്റെ വാക്കുകൾ മാറ്റുന്ന വിധത്തിൽ ഒരു അസാധാരണ പകർച്ച ഉണ്ടാകുകയാ. Receive it now. Taraka taraka ba. Taraka salaka ba. Receive it now. നിങ്ങളുടെ സംസാര ശൈലി മാറിപ്പോകും. നിങ്ങളുടെ നടപ്പും ഇരിപ്പും മാറിപ്പോകും. നിങ്ങളുടെ ബന്ധങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ ചുറ്റുപാടുകൾ തീരുമാനിക്കും. ഒരു പകർച്ച വരുവോ? Are you ready? Are you ready? Are you ready? യേശുവിന്റെ നാമത്തിൽ ഒരു പകർച്ച ഉണ്ടാകട്ടെ. Now.
Receive. Receive. Di. Radalakabat. Fire. 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 പാറശാലയിലും ചുറ്റുപാടും ചിലർ വാഴാൻ പോകുന്നു. You are going to rule. രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. പറഞ്ഞേ, രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. ഒരിക്കൽ കൂടെ, രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. ഓ രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. പറ, രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. ഒരിക്കൽ കൂടെ, രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. ഓ രാജാവാൻ വാഴുവാൻ എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. ഒരിക്കൽ കൂടെ, രാജാവാൻ വാഴുവാൻ എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. Once again, രാജാവായി വാഴുവാൻ എന്നെ വിളിച്ചു. രാജ്യങ്ങൾ യേശുവിനാൽ നേടുവാൻ തന്നെ. നിങ്ങളും ഞാനും രാജ്യങ്ങൾ പിടിക്കുകയാണ്. രാജ്യങ്ങൾ പിടിക്കുക. കർത്താവിനെ തെരഞ്ഞെടുത്ത ആ സമയം മുതൽ, അവൻ്റെ മണവാട്ടിയായി എന്നെ തെരഞ്ഞെടുത്ത ആ സമയം മുതൽ ഞാൻ ദൈവത്തിൻ്റെതാകുന്നു, ഞാൻ കർത്താവിൻ്റെതാകുന്നു. എനിക്ക് എപ്പോഴാണോ ആ പൊസിഷനെ മനസ്സിലാക്കുന്നത്, ആ സമയം മുതൽ ഞാൻ വാഴാനായി തുടങ്ങും. നിങ്ങളെ കർത്താവ് വിളിച്ചത് ഈ ഭൂമിയിൽ വാഴുവാനാണ്, സകലത്തിന്മേലും വാഴുവാനാണ്. ആ വാഴ്ചയുടെ അനുഭവത്തിൽ ഓരോരുത്തർക്കും ആയിരിക്കാം. പുതിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. അനിമോൾ ബേബി മണർകാടുന്ന് വരുന്നു. ആന്റിക്ക് 7 മാസമായിട്ട് ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തെ മീറ്റിംഗിൽ ബ്രദർ ദൂത് പറഞ്ഞു. അപ്പോൾ തന്നെ സ്റ്റേജ് വന്നപ്പോഴാണോ അങ്ങോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങി വന്ന് ദൂത് പറഞ്ഞു. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി. ഓക്കെ, പൂർണ്ണമായ സൗഖ്യം ലഭിച്ചിരുന്നു. അന്ന് ആ സമയം മുതൽ ചെവി തുറന്നു, ചെവി സൗഖ്യമായി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷത്തോടെ. എനിക്ക് തോന്നുന്നു ചേച്ചിയോട് കൂടെ ഒരു 15 പേരെങ്കിലും ചെവി സൗഖ്യമായവരുണ്ട്. അന്നത്തെ സൗഖ്യമായ ചെവി സൗഖ്യമായ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഒരാളെ വന്നിട്ടുള്ളൂ. അടുത്ത 15 പേര് വേറെ പ്രശ്നമായിട്ട് വരും. ബ്രദറെ, രശ്മി കുമരകത്തു നിന്നാണ് വരുന്നത്. തുണിക്കട നടത്തുകയായിരുന്നു സിസ്റ്റർ. കുറേ കാലമായിട്ട് അവിടെ തുണിക്കടയ്ക്ക് ഒരു ഇതുമില്ലാതെ അത് വലിയ കടത്തിലായിരുന്നു. എന്നാലും നമ്മുടെ പ്രേയർ സെല്ലിൽ വിളിച്ച് സിസ്റ്റർ പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ പൂർണ്ണമായൊരു വിടുതലാണ് സംഭവിച്ചെന്നാണ് പറയുന്നത്. എന്താ ചേച്ചിയുടെ കടയുടെ പേരെന്തുവാ? നന്ദു ടെക്സ്റ്റൈൽസ്. എവിടെയാ കട? കുമരകത്ത്. അപ്പൊ കുമരകത്ത് വരുമ്പോ നന്ദുവിനെ തപ്പിയാൽ മതി നമ്മള്. ഓക്കെ. എത്ര നാളായിട്ട് സാമ്പത്തികമായിട്ട് തകർച്ചയായിരുന്നു? എന്നാൽ തുടക്കം തൊട്ടേ തകർച്ചയായിരുന്നു. പക്ഷെ ഇപ്പൊ ബിസിനസ് കയറി വന്നു. കൈയടിച്ച് പറഞ്ഞു. എന്നാ ചേച്ചിയോട് ഞാൻ ദൂത് പറയട്ടെ. ചേച്ചിയുടെ റൈറ്റ് ഷോൾഡറിലെ കഴുത്തിനും ഷോൾഡറിനും പ്രയാസമുണ്ടോ? ആദ്യമായിട്ട് എന്നെ കാണുന്നേ? വരുന്ന ഈ ഷോൾഡറിലും കഴുത്തിലുള്ള പ്രയാസ നിമിത്തം
ചേച്ചിക്ക് കുറച്ചു നേരം കുനിഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നത് സൗഖ്യമാവും. അത് മാത്രമല്ല ചേച്ചി ആ കാലിന് തന്നെ ഇടത്തെ വശത്തെ കാലിന് ചേച്ചിക്ക് പ്രയാസമാവും എന്ന് പറഞ്ഞാൽ കുറെ നേരം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഇപ്പൊ കർത്താവ് സൗഖ്യമാവും. നമുക്ക് അടുത്ത ആഴ്ച പ്രാവശ്യത്തെ സാക്ഷ്യം അതായിരിക്കും. ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാവേ. ഒരു എന്നിട്ട് നിൽക്കണേ, ഓടിക്കളയല്ലേ. ഈ മൂക്കിനകത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് ചോദിച്ച ചേച്ചി പറയാൻ പോകുന്നത് ഇല്ലെന്നാണ്. അതിന്റെ കാരണം ചേച്ചിക്ക് അങ്ങോട്ട് പ്രയാസം ഉള്ളതായിട്ട് അറിയത്തില്ല. നിങ്ങളൊന്നും മിണ്ടാത്ത എന്താ? പക്ഷെ ചേച്ചിക്ക് ഒരു കാര്യം അറിയാം, ഈ ഇടയായിട്ട് ഞാൻ ഈ തൊടുന്ന സ്ഥലത്ത് ഇടയ്ക്ക് വേദന വരുന്നു, അതറിയാം. പക്ഷെ മൂക്കിനകത്തൊരു പ്രയാസം ഉള്ളതായിട്ട് അറിയില്ല. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ, എന്നോട് കർത്താവ് പറഞ്ഞു ഇവരുടെ മൂക്കിനകത്ത് ഒരു മാംസം പോലൊരു സാധനം വളരുന്നുണ്ട്. അത് കാരണമാണ് ഈ ഭാഗത്ത് ഞാൻ ഈ തൊടുന്ന സ്ഥലത്ത് ഇവർക്ക് വേദനയുണ്ട്. വേദനയുണ്ട്, പക്ഷെ സംഭവം എന്താണെന്ന് അറിയത്തില്ല. എനിക്കും മനസ്സിലായത്. പക്ഷെ ഇന്ന് കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. ആമേൻ. ഈ ചേച്ചി ചിന്തിച്ച എന്നാന്നറിയോ, ചേച്ചിക്ക് ചില സമയത്ത് രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് തുമ്മുന്നൊരു സ്വഭാവമുണ്ട്. അത് പൊടി അടിച്ചാലും അങ്ങനെ ഉണ്ട്. അപ്പൊ ചേച്ചി വിചാരിച്ചു ഈ പൊടി അടിച്ചതിന്റെ തുമ്മലിന്റെ ഭാഗമാണ് ഈ മൂക്കിന്റെ വേദന എന്നാ ചിന്തിച്ചേ. പക്ഷെ കർത്താവ് സൗഖ്യമാക്കുവോ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയാണ്. കർത്താവ് ചെയ്യുന്ന ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെ ഓർത്ത്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തികളുടെ വരുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന മാറ്റത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മരണത്തിൻ്റെ കിടക്കയിലായിരുന്നവർ, അല്ല പ്രതീക്ഷയില്ലാതെ നിരാശയുടെ അറ്റത്തായിരുന്നവർ കർത്താവ് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന അവരുടെ അത്ഭുത സാക്ഷ്യങ്ങൾക്കായി, വിടുതലുകൾക്കായി നമുക്ക് നന്ദി പറയാം. ജീവിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ആയിരിക്കുന്നത്, എന്നെ ആദ്യമായി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യേശു നിങ്ങൾക്ക് മതിയായവനാണ്. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും മതിയായതാണ്. നിങ്ങൾ ഈ കേട്ട സാക്ഷ്യം പോലെ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ തോറ്റുപോകത്തില്ല. ആ യേശുവിനെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിച്ചാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ അത്ഭുത കരമപ്പാ ഈ കുടുംബങ്ങളിൽ ചലിക്കണമപ്പാ. ഇവർ അനുഭവിക്കുന്ന വേദനയുടെ പ്രയാസത്തിൻ്റെ സാഹചര്യങ്ങളിൽ കർത്താവെ അവർ ഒറ്റയ്ക്കാണെന്ന് തോന്നാതെ അവരോടൊപ്പം ചലിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അപ്പാ, ദൈവത്തിൻ്റെ ശക്തി അവർ അനുഭവിക്കട്ടെ. ചെല്ലുന്നിടത്തൊക്കെയും തനിക്ക് ഫേവറായി പ്രവർത്തിക്കുന്ന ആ ദൈവിക സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഇവരുടെ ജീവിതം മാറട്ടെ അപ്പാ. പരാജയം എന്ന ഇടത്തു നിന്നും കർത്താവെ വലിയ ജയത്തിൻ്റെ അനുഭവത്തിലേക്ക് വരട്ടെ. നഷ്ടബോധത്തിൽ നിന്നും, എല്ലാം നഷ്ടമായി പോയി എന്ന ആ സ്ഥിതിയിൽ നിന്നും തനിക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന അവസ്ഥയിലേക്ക് വരട്ടെ അപ്പാ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ അത്ഭുത കരം ചലിച്ചാട്ടെ അപ്പാ. അത്ഭുത കരം ചലിച്ചാട്ടെ അപ്പാ. മരണം മുൻപിൽ കാണുന്ന ചിലരോട് കർത്താവ് സംസാരിക്കുകയാണ്. ഇത് നിൻ്റെ അവസാനമല്ല, ഇത് നിൻ്റെ അവസാനമല്ല. കർത്താവിന് നിൻ്റെ ലൈഫിൽ ചിലത് ചെയ്യുവാൻ ഉദ്ദേശമുണ്ട്. നീ ആയിരിക്കുന്ന ചിന്തകളിൽ നിന്ന് പുറത്തു കൊണ്ടാകട്ടെ. യേശു മതിയായവനാകുന്നു. നിങ്ങളായിരിക്കുന്ന നിരാശയെ കുടഞ്ഞു കളഞ്ഞ് എന്നോടൊപ്പം ഒന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ലൈഫിൽ കർത്താവ് മതിയായവനാകുന്നു എന്ന് പറഞ്ഞാട്ടെ. ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് അത്ഭുതത്തെ അനുഭവിക്കുവാനായി കഴിയും. ഈ സമയം മുതൽ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അതിന് നിങ്ങളെ വിടുവിക്കുവാനായി കഴിയും. ഹല്ലേലൂയ. കർത്താവ് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു. ചിലരെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ആ ദൈവശക്തിക്കായി നന്ദി പറയുന്നു. അപ്പോൾ ആ ദൈവശക്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം. തൻ്റെ പുറത്ത് ഭയങ്കര കഴപ്പും പെരുപ്പുമാണ്. അതേപോലെ
ഒരു ജോലിയും ചെയ്യാൻ കഴിയത്തില്ല. ജോലി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പുറം കഴിക്കാനായി തുടങ്ങും. പുറത്ത് തൊട്ടാ അറിയാത്ത വിധത്തിൽ മരവിച്ചിരിക്കുന്ന പോലെ തോന്നും. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയാണ്. ആ അനുഭവത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കുകയാണ്. അവിടെ തൊടുമ്പോൾ എന്തോ കല്ലിച്ച് കിടക്കുന്ന പോലെ തോന്നുന്ന ആ വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും അപ്പോൾ അവിടുത്തെ അത്ഭുത കരം ചലിച്ചിരിക്കാൻ നന്ദി അപ്പാ. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആശ്വാസം ഈ വീടുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ അപ്പാ. ഈ വീടുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ അപ്പാ. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും ആ ദൈവത്തിൻ്റെ അത്ഭുത മറുപടി അനുഭവിക്കട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിലും നിറവിലുമായിരിക്കാം. ഗോഡ് ബ്ലസ് യു.